അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്മൃതി ഇറാനിയും അതേപോലെ വി മുരളീധരനും ഒക്കെ മദീനയിൽ വന്നതുമായി ബന്ധപ്പെട്ട് ചിലർക്കുള്ള സംശയം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അവർ രണ്ടുപേരും തന്നെ നമുക്കറിയാം കേന്ദ്രമന്ത്രിമാരാണ്, സഹമന്ത്രിയും ഒക്കെയാണ്. അപ്പോൾ അവർ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളും മറ്റൊക്കെ ഒപ്പുവെക്കാനായിട്ട് സൗദിയിലെത്തിയാണ്. സ്വാഭാവികമായിട്ടും അവർ മദീനയിലേക്ക് വരികയും മദീന ഒന്ന് സന്ദർശിക്കുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ ഒരു ബേസിക്. അപ്പോൾ അതിനെക്കുറിച്ച് മദീനയിലേക്ക് ഇങ്ങനെ മറ്റൊരു മതക്കാർക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ചില സാധാരണക്കാർക്കുള്ള സംശയം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോക്ക് പ്രധാനമായിട്ട് വന്ന ഒന്ന് രണ്ട് കമൻറ്റ് അതിനൊരു റീപ്ലൈ എന്നുള്ള നിൽക്കണം. കാരണം പലപ്പോഴും റീപ്ലൈ നമ്മൾ എഴുതി ഉണ്ടാക്കുക നമ്മൾ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അതിന് ചെറിയൊരു വീഡിയോ ചെയ്താൽ അവർക്കുള്ള ഒരു ഉത്തരം കൂടി ഏകദേശം ഒരു മറുപടി ആവും, ചിലർക്കുള്ള സംശയമാണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിൽ തന്നെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ അത് 2 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വ്യൂവേഴ്സായി. എന്താണ് ഇപ്പോൾ അതിലുള്ളത് എനിക്കറിയില്ല. പെട്ടെന്ന് അങ്ങ് എന്തോ ഒരു വൈറലായി. സത്യത്തിൽ ഈ സമകാലിക വിഷയങ്ങൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സംഭവം നമുക്കറിയാം. ചരിത്രമാണ് എൻ്റെ ഒരു ഫീൽഡ്, ചരിത്രം പറയുക എന്നുള്ളത്. ഏതായാലും ചിലർക്കുള്ള സംശയം തീർക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം ചെയ്തായിരുന്നു. അപ്പം അതിൽ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞു 2 ഹറമുകളാണുള്ളത്, സത്യത്തിൽ 3 ഹറമില്ലേ, ബൈത്തുൽ മുഖദ്ദസ് എന്താ ഹറമല്ലേ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഹറമുകൾ എന്ന് പറഞ്ഞാൽ 2 ഹറമുകളാണുള്ളത്. മസ്ജിദുൽ അഖ്സ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ പറയുന്നത് വളരെ പവിത്രമാക്കപ്പെട്ട ഒരു പള്ളിയാണ്. ഇസ്ലാമിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ പള്ളിയാണ്. നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരു നിസ്കാരത്തിന് നമുക്കറിയാം മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിന് 1,00,000 പ്രതിഫലമാണ്. മസ്ജിദ് നബവിയിൽ ഒരു നിസ്കാരത്തിന് 1000 പ്രതിഫലമാണ്. അതേപോലെ മസ്ജിദുൽ അഖ്സയിൽ 2 അഭിപ്രായമുണ്ട്. ഒന്ന് 500 പ്രതിഫലമാണ് എന്നും, അതല്ല 250, 2 ഹദീസുകളാണ്. ഒന്ന് 500 എന്ന് പറയുന്നത്, ഒന്ന് മസ്ജിദുൽ നബവിയുടെ 4/1 എന്നുള്ള രീതിയിലും വരുന്ന ഒരു സംഭവമാണ്. ഏതായാലും ഒന്നുകിൽ 250 അല്ലെങ്കിൽ 500 പ്രതിഫലം. ഇതാണ് മസ്ജിദുൽ അഖ്സ. അപ്പോൾ ഇസ്ലാമിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. എന്നാൽ ഈ മസ്ജിദുൽ അഖ്സ ഹറമാണോ എന്ന് ചോദിച്ചാൽ, ശരിയാത്ത് ഇസ്ലാമിൻ്റെ ശരിയാത്ത് പ്രകാരം ഹറമിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഒരു സ്ഥലം ഹറമാവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറമാക്കിയത് മാത്രം നമുക്ക് ഹറമാക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹില്ലാക്കിയത്, ഹലാലാക്കിയത് നമുക്ക് ഹറാമാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. മസ്ജിദുൽ അഖ്സയെ ചിലരെല്ലാം ഹറം എന്ന് പറയാറുണ്ട്, വിളിക്കാറുണ്ട്. ബുർദയിലൊക്കെ അങ്ങനത്തെ വരികളുണ്ട്. പക്ഷേ ബേസിക്കലി നമുക്കത് ഹറം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിൻ്റെ. വേണമെങ്കിൽ ഒരു ബഹുമാനാർത്ഥം അങ്ങനെ വിളിക്കാമെന്നല്ലാതെ ഹറമിൻ്റെ പവിത്രത എന്തില്ല മസ്ജിദുൽ അഖ്സക്കും അതിൻ്റെ പരിസരത്തുള്ള പ്രദേശത്തും ഇല്ല. ഖുർആനിലെ തന്നെ ബാറക്ന ഹൗലഹു സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്ന ഹൗലഹു, അതായത് അതിൻ്റെ പരിസരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പരിസരങ്ങൾ ഹറമാക്കിയിട്ടില്ല. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഒരു സ്ഥലം ഹറമാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ വേട്ടയാടാനോ മരം മുറിക്കാനോ യുദ്ധം ചെയ്യാനോ രക്തം ചിന്താനോ ഒന്നും പാടില്ലാത്ത ഭൂമികൾക്കാണ് ഹറം എന്ന് പറയും. അങ്ങനെ 2 ഹറം മാത്രമേ ഉള്ളൂ, മക്കയും മദീനയും. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ലാ തുശദ്ദു റിഹാൽ, അതായത് ഈ 3 പള്ളിയിലേക്കല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് പെട്ട 3ാമത്തെ പള്ളിയാണ്. പക്ഷെ അത് ഹറം എന്ന് പറയാൻ പറ്റില്ല. ഹറമാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിനെ എന്ത് ചെയ്യണം, ആ ഒരു പരിസരത്ത് വേട്ടയാടലും മരം മുറിക്കലും യുദ്ധം ചെയ്യലും ഒക്കെ നിരോധിക്കണം. കാരണം അതാണ് പവിത്രമാക്കപ്പെട്ട ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് അങ്ങനെ ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ 3ാമത്തെ ഹറം എന്നൊന്നും പറയാൻ പറ്റില്ല. 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി എന്നാണ്. പിന്നെ ചില ആളുകൾക്ക് അങ്ങനെ പറയാറുണ്ട്, അതൊരു ബഹുമാനാർത്ഥം നമ്മൾ അങ്ങനെ ഒരു 3ാമത്തെ ഹറം എന്ന് വിളിക്കുമെന്നല്ലാതെ ശരിയാത്ത് പ്രകാരം നമുക്ക് അങ്ങനെ ഇതാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു റീപ്ലൈ. 3ാമത്തെ ഹറമാണോ ചോദിച്ചാൽ ഹറമല്ല എന്നത് തന്നെയാണ്. ഹറം എന്ന് പറയുന്നത് മക്കയും മദീനയും മാത്രമാണ്. അവിടെ എല്ലാവരും ആമിനികളാണ്, അതായത് എല്ലാവരും സുരക്ഷിതരായിരിക്കണം. മനുഷ്യർ സുരക്ഷിതരായിരിക്കണം, മൃഗങ്ങൾ സുരക്ഷിതരായിരിക്കണം, അവിടെയുള്ള മരങ്ങൾ അവിടെയുള്ള എല്ലാം സുരക്ഷിതരായിരിക്കും, സംരക്ഷിക്കപ്പെടണം. അപ്പോൾ നമുക്കറിയാം ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരങ്ങളൊന്നും അങ്ങനെ സംരക്ഷിക്കപ്പെടുകയോ അങ്ങനെ പ്രത്യേക നിയമങ്ങളോ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ ഇന്ന കുറ്റങ്ങൾ ഇന്ന തെറ്റ് അങ്ങനെയൊന്നും നമ്മളെവിടെയും കിതാബുകളിലും മറ്റൊന്നും കേൾക്കാറില്ല. പക്ഷേ അതിനർത്ഥം അതിനെന്തെങ്കിലും മഹത്വം കുറവുണ്ടെന്നല്ല. ഇസ്ലാമിലെ തന്നെ 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയും നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓരോ മുസ്ലിമിനും ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അപ്പോൾ ഏതായാലും അത് ഹറമല്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പണ്ഡിതരുടെയും അഭിപ്രായം. അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. അല്ലാഹു അഅലം. പിന്നെ ഒരു ചോദ്യം, ഹസൻ VKC അങ്ങനത്തെ ഒരു പേരിലുള്ള നമ്മൾ ഈ കാണുന്ന കമൻറ്റ്, അതായത് ഫേസ്ബുക്കിൽ വന്ന കമൻറ്റ്, മക്ക ഹറം മദീന ഹറം, ഇതിനെക്കുറിച്ച് പലർക്കും, പ്രത്യേകിച്ച് നാട്ടിൽ നിൽക്കുന്ന നാട്ടിൽ നിന്ന് കിതാബ് പഠിച്ച പലർക്കും അല്ലെങ്കിൽ അത് മാത്രം പഠിച്ച് അങ്ങനെ ഒരു ഇതിൽ വന്ന ആളുകൾക്ക് നല്ല സംശയം ഉണ്ടാവും. പക്ഷേ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കണം, മക്കയിലും മദീനയിലും ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല, അതൊരു ചർച്ചയാക്കേണ്ട വിഷയം പോലും അല്ല. കാരണം എന്താണ് ഹറം, എന്താണ് ഹറമിൻ്റെ പുറം, എന്താണ് ഹറം, എന്താണ് ഹെല്ല് എന്നൊക്കെ ഉള്ളത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് മക്കയിലും മദീനയിലും ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം.
അപ്പം അദ്ദേഹത്തിന്റെ കമന്റിൽ പറഞ്ഞു, മക്ക എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയാണ്, ഹറം എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ഏരിയയാണ്. സത്യത്തിൽ അങ്ങനെയല്ല, തല തിരിച്ചാണ് സംഭവം. മക്ക എന്ന് പറയുന്നത് വലിയൊരു പട്ടണമാണ്, ഹറം എന്ന് പറയുന്നത് വളരെ ചെറിയ, അതിൻ്റെ നടുവിലുള്ള ചെറിയൊരു സ്ഥലം. അതായത് ഹറം എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട, വേട്ടയാടാനോ മരം മുറിക്കാനോ തമ്മിൽ തല്ലാനോ യുദ്ധം ചെയ്യാനോ ഒന്നും പാടില്ലാത്ത ഭൂമി എന്ന് പറയുന്നത് ഹറമാക്കപ്പെട്ട ഭൂമി എന്നാണ്. അത് സത്യത്തിൽ കഅബ, അതിൻ്റെ ചുറ്റുമുള്ള ഒരു ഏരിയ. ഈ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ കാണുന്നതാണ് ഹറമിൻ്റെ പരിധി. അതായത് കഅബക്ക് ചുറ്റുമുള്ള ഒരു ഭൂമിയാണ് ഹറം എന്ന് പറയാം. എന്നാൽ ഹറമിൻ്റെ പുറത്തുള്ള കുറച്ച് ഭൂമിയുണ്ട്, അതിന് ഹില്ല് എന്ന് പറയും. ഹറം, ഹില്ല്. ഇപ്പോൾ നമ്മളെ ഫറസ്ദഖിൻ്റെ കവിതയിൽ നമ്മളെ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പാടിയിട്ടുള്ള ഹാദിബിൻ ഫാത്തിമത്തിൻ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലുണ്ട്, അൽ ബൈത്തു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറം. അതായത് ഹില്ലിനും ഹറമിനും ബൈത്തിനും ഒക്കെ അറിയാം ആരാണ് സൈനുൽ ആബിദീൻ എന്ന് ആ ഒരു കവിതയിലൊക്കെ പറയുന്നത്. മക്ക എന്ന് പറയുന്ന പട്ടണത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് ഹറമും ഒന്ന് ഹില്ലും. ഹറം എന്ന് പറഞ്ഞാൽ കഅബയുടെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു ഏരിയ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മലക്കുകളെ കൊണ്ട് മാർക്ക് ചെയ്യിപ്പിക്കുകയും പിന്നീട് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അത് മാർക്ക് ചെയ്യുകയും പിന്നെ അവിടെ ഇങ്ങോട്ട് എല്ലാ അബ്ബാസിയ, ഉമവി, അബ്ബാസിയ, അതേപോലെ തന്നെ ഇപ്പോൾ ആധുനിക സൗദി ഭരണകൂടം വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മലൻ്റെ മുകളിലും അടിയിലും വാദിയിലും ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. കഅബൻ്റെ ചുറ്റുമുള്ള ഒരു ഭൂമി, അതിനാണ് ഹറം എന്ന് പറയും. എന്നാൽ ഈ ഹറം മാത്രമാണ് മക്ക അല്ല. ഹറമിൻ്റെ ഈ ഹറം എന്ന് പറഞ്ഞ ബൗണ്ടറി വരച്ചതിന് പുറത്തേക്കും മക്കയുണ്ട്. ഏതുപോലെ? ഇപ്പോൾ നമ്മൾ കഅബയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പള്ളി എത്തുന്നതോടുകൂടി എന്ത് കഴിയും? ഹറം കഴിയും. അവിടെ ഇങ്ങനെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ടാവും, അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, ഇതുവരെയാണ് ഹറം, ഇത് കഴിഞ്ഞാൽ ഹറമില്ലോട്ടോ. അവിടെ ബോർഡ് ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടാവും. എൻ്റെ വീഡിയോസിലൊക്കെ അവിടെ കാണുന്നവർക്ക് സംശയം വരാൻ സാധ്യതയില്ല. കാരണം ഞാൻ ആയിഷ പള്ളിയെ കുറിച്ച് 4-5 വീഡിയോ ചെയ്തു, അതിലൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹറം എന്താണ്, ഹെല്ല് എന്താണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ഹറം കഴിഞ്ഞിട്ട്, കഅബ കഴിഞ്ഞിട്ട് നമ്മൾ മദീനയിലേക്ക് പോകുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ കഴിയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പള്ളി വരും. അവിടെ വരെ എന്ത് ചെയ്ത് ഹറമാണ്. എന്നാൽ മക്ക അവിടെ കഴിഞ്ഞോ? ഇല്ല, മക്ക വീണ്ടും ഉണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ മൈമൂന ബീവിയുടെ ഖബറൊക്കെ വരുന്നത്. വാദി ശരീഫ് എന്നൊക്കെ പറയുന്നത് അവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വാദി ശരീഫ് എവിടെയാണ്? മക്കയിലാണ്. മൈമൂന ബീവി എവിടെയാണ്? മറോട്ട് എടുക്കുന്നത് മക്കയിലാണ്. കാരണം എന്താണ്? അത് മക്ക പട്ടണത്തിലാണ്, എന്നാൽ ഹറമിലല്ല. കാരണം അവർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നത് ഹറമിൽ വെച്ചിട്ടില്ലല്ല, ഹറമിൻ്റെ പുറത്ത് വെച്ചിട്ട് കല്യാണം കഴിക്കുകയും അവിടെ തന്നെ അവരെ കല്യാണം കഴിക്കുകയും പിന്നീട് റസൂലുള്ളാഹി വഫാത്തായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹജ്ജിന് വരുന്ന സമയത്ത് അതേ സ്ഥലത്ത് തന്നെ വഫാത്താവുകയും ചെയ്തിട്ടുള്ള മഹദിയാണ് മൈമൂന ബീവി. ആ ഖബറൊക്കെ ഉള്ളത് ഈ ആയിഷ പള്ളിയിൽ നിന്ന് പിന്നെയും ഒരു 5-8 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതൊക്കെ മദീനയിൽ, മക്കയിൽ പെട്ട സ്ഥലം തന്നെയാണ്. അത് ഹില്ലിലാണ്, ഹറമിലല്ല. ഇനി മറ്റൊരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം കൂടി പറഞ്ഞുതരാം. എന്താണ് ഈ ഹറമോ ഹില്ലെന്ന്? ഇപ്പം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മിന, മുസ്ദലിഫ, അറഫ, ഇതൊക്കെ കൂടിയിട്ടാണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് എവിടെയാണ്? ഹറം ബൗണ്ടറിൻ്റെ ഉള്ളിലാണ്. അതായത് കഅബ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഭൂമി ഹറം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലാണ്. ഒരേ ഒരു സ്ഥലം മാത്രമാണ് ഹറമിൻ്റെ പുറത്തുള്ളത്, അറഫ. നമ്മളൊക്കെ ബേസിക്കലി നമ്മളോട് ചോദിക്കണം അറഫ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? മക്കയിലാണെന്ന് പറയും. എന്നാൽ ഈ അറഫ എന്ന് പറയുന്നത് ഹറമിലാണോ? അല്ല. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഹറം ബൗണ്ടറിക്ക് പുറത്തുള്ള ഏക കർമ്മം എന്ന് പറയുന്നത് അറഫയാണ്. കാരണം അറഫ എന്ന് പറയുന്നത് മക്കയിലാണെങ്കിലും ഇവിടെയല്ല, ഹറമിലല്ല. അപ്പോൾ ഇന്ന് മനസ്സിലാക്കുക, ഹറമാണ് ചെറുത്, അതായത് കഅബയുടെ ചുറ്റുള്ള ചെറിയൊരു ഭൂമിയാണ് ഹറം. എന്നാൽ മക്ക എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു ഭൂമിയാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ അറഫയുടെ ഭാഗത്തേക്ക് പോകുകയാണെന്ന് വിചാരിച്ചോളൂ. കഅബ കഴിഞ്ഞു, അതിൻ്റെ അടുത്തുള്ള ചുറ്റുള്ള പരിസരം ഹറം എന്ന് പറയുന്ന ബൗണ്ടറി കഴിഞ്ഞു. അതിൻ്റെ ശേഷം വാദി ഉറന എന്ന് പറഞ്ഞിട്ട് ഒരു വാദി ഒഴുകുന്നുണ്ട് അറഫൻ്റെ അടുത്ത്, വാദി ഉറന. ആ വാദി ഉറനൻ്റെ ഇപ്പുറത്തെ ഹറം, അതിൻ്റെ അപ്പുറത്തേക്ക് അറഫ. ഈ അറഫ എന്താണ്? വാദി ഉറനൻ്റെ അപ്പുറത്താണ്. കഅബ കഴിഞ്ഞ് വാദി ഉറന വന്നിട്ടാണ് അറഫ വരുന്നത്. സ്വാഭാവികമായിട്ടും അറഫ എവിടെയാണ്? മക്കയിലാണ്, പക്ഷേ ഹറമിലല്ല. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇവാഹ് പോലെയുള്ള കിതാബുകളോ അല്ലെങ്കിൽ കിതാബ് എടുത്ത് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, പ്രത്യേകിച്ച് മക്കയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് മീൻസ് ഞാനൊക്കെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ഉംറ ചെയ്യണം, നമ്മൾ മക്കയിലാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മക്കയുടെ പുറത്തേക്കല്ല പോവുക, നമ്മൾ ഹറമിൻ്റെ പുറത്തേക്കാണ് പോവുക. മക്കക്കുള്ളിൽ തന്നെ ഹറമിൻ്റെ, മക്കയുടെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ജിദ്ദയാണ് ഒരു ഭാഗത്തേക്ക് തായിഫാണ്. അപ്പോൾ നമ്മൾ തായിഫിലേക്കും ജിദ്ദയിലേക്കും ഒന്നും എന്ത് ചെയ്യേണ്ട? ഉംറ ചെയ്യാൻ പോകണ്ട. നമുക്ക് എന്ത് ചെയ്യുന്നത്? ഹറമിൻ്റെ ബൗണ്ടറി. ഹറം എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് പോയ വെറും 6 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഹറം കഴിഞ്ഞു. മക്ക കഴിഞ്ഞു? ഇല്ല, മക്ക വീണ്ടും വിശാലമായി കിടക്കുകയാണ്. മദീന ഏകദേശം മദീന കുറേ പുറത്ത് വരെ ഏകദേശം പറയാം മക്ക എടുത്തുണ്ട്. ഇപ്പോൾ നമ്മൾ തായിഫിൻ്റെ ഭാഗത്തേക്ക് പോകണം, കർണൽ മനാസിൽ എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മീഖാത്താണ്, അവിടുന്ന് ചെയ്യാം. പക്ഷേ കർണൽ മനാസിൽ കഴിഞ്ഞ് 70 കിലോമീറ്ററോളം തായിഫിലേക്ക്, അതൊക്കെ മക്ക തന്നെയായിട്ടാണ്. അങ്ങനെ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? ഹറം എന്ന് പറഞ്ഞാൽ കഅബയും അതിൻ്റെ പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളും, അതായത് അതിൻ്റെ ചുറ്റുപ്പ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ. ചില ഭാഗത്തെ കുറച്ച് നീളം കൂടുതൽ, നീളം കുറവ്, അങ്ങനെയാണ്.
അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഹറം. അത് കഴിഞ്ഞാലും മക്ക ഉണ്ട്. ഇപ്പോൾ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി ഏറ്റവും സിമ്പിളായിട്ട് പറയാം. ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മക്കയിലാണ്. എന്നാലും ഹറമിലാണോ? അല്ല. കാരണം ഹറമിൻ്റെ ബൗണ്ടറിയാണ് കഴിഞ്ഞ ഉടനെയാണ് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത്. അത് നമ്മൾ അറഫൻ്റെ ഭാഗത്തേക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഹസൻ VKC അതേപോലെ വേറൊരാളും കൂടി അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടുണ്ട്, അല്ല കമൻറ്റ് ഇട്ടുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലായി. ഇപ്പോൾ മദീനൊക്കെ വളരെ സിമ്പിളാണ് മനസ്സിലാക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹറമു മാ ബൈന ഐരിൻ ഇലാ സൗർ, ഐറ് മല തൊട്ട് സൗർ മല വരെയാണ് മദീന എന്ന് പറയുന്നത്. അപ്പോൾ മദീനയിൽ മദീന എന്ന് പറഞ്ഞാൽ ഈ ഐറ് മലയും സൗർ മലയും കഴിഞ്ഞിട്ടും പഴയ കാലത്തൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ മദീനയിൽ പെട്ടതുണ്ട്. ഇപ്പോൾ എന്തിന് മദീനയിലെ ഹറാജ് എന്ന് പറയും, ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതേപോലെ മദീനയിലെ ഈ എന്തായാലും പറയുക അറക്കുന്ന ഏരിയകളുണ്ട്. അതായത് ഈ കാടിനെയും ഒട്ടകത്തിനൊക്കെ അറക്കുന്ന ഏരിയ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജബൽ ഉഹദിന്റെ ബാക്കിലാണ്, അതായത് ഈ സൗറ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ഹറാജ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മദീനയിലാണ്. എന്നാലോ മദീനന്റെ അകത്ത് മദീന ഹറമിലാണോ? അല്ല. കാരണം ഹറം കഴിഞ്ഞത് സൗറ് വരെ എത്തുമ്പോഴും ഹറം കഴിഞ്ഞു. അതിന് ശേഷം മദീന ഉണ്ട്, പക്ഷെ എന്തില്ല, ഹറമില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് സിമ്പിളായിട്ട് മക്ക എന്ന് പറയുന്നത് ഹറമും ഹില്ലും കൂടിയതാണ്. എന്നാൽ ഹറമ് മൊത്തം മക്കയാണെങ്കിലും ഹറമിന്റെ പുറത്തുള്ളതും മക്കയായിട്ട് കൂടും. മക്ക എന്ന് പറയുന്നത് വലിയൊരു പട്ടണം, ഹറം എന്ന് പറഞ്ഞത് കഅബന്റെ ചുറ്റുള്ള ചെറിയൊരു ഏരിയ. പിന്നെ അതുപോലെ തന്നെ വന്നൊരു സംശയമാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, അബ്ദുൽ അസീസ് രാജാവും അതേപോലെ ഇവിടുത്തെ പണ്ഡിതരൊക്കെ പാടെ തീരുമാനിച്ചാണ് അങ്ങനെ മദീന ഒരു സെപ്പറേറ്റ് ആക്കി വെക്കാം, മദീന അങ്ങനെ ഹറമായിട്ട് തന്നെ മക്കയെ പോലെ തന്നെ നിശ്ചയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും അവർ തീരുമാനിച്ചല്ല, അതിനു മുമ്പേ തന്നെ മദീനയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് എല്ലാവരെയും മറ്റു മതസ്ഥരൊക്കെ മദീനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നൊക്കെ ഉള്ളൊരു 1-2 വോയിസ് കിട്ടും, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വന്നിട്ട് പറഞ്ഞതായിട്ടുണ്ട്. ബേസിക്കലി ഉമർ റളിയല്ലാഹു അൻഹു പൂർണ്ണമായിട്ട് എല്ലാവരെയും ഒന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം തന്നെയാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നത് ഒരു അബൂലുലത്തുൽ മജൂസി എന്ന് പറയുന്ന ഒരാളുടെ കുത്തേറ്റിട്ടാണ്. ഈ അബൂലുലത്തുൽ മജൂസി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തീന ആരാധിക്കുന്നവരുടെ പേർഷ്യയിൽ നിന്ന് വന്ന ഒരാളാണ് അബൂലുലത്തുൽ മജൂസി എന്ന് പറയുന്നത്. ഈ അബൂലുലത്തുൽ മജൂസി സത്യത്തിൽ മദീനയിലാണ്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിൻ്റെ വേലക്കാരൻ അല്ലെങ്കിൽ അവരുടെ ജോലിക്കാരനായിരുന്നു ഈ അബൂലുലത്തുൽ മജൂസി എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ മദീനയിലായിരുന്നു ജീവിച്ചിരുന്നത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സുബൈൻ്റെ സമയത്ത് വരികയും അങ്ങനെ പള്ളിയിൽ വെച്ചിട്ട് കുത്തേൽക്കുകയൊക്കെ ചെയ്ത സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഇലാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ് എന്നെ കുത്തിയത്, ഒന്ന് പോയി നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോയി നോക്കി ഉറപ്പുവരുത്തി അബൂലുലത്തുൽ മജൂസി എന്ന് പറയുന്ന ദീൻ ആരാധിക്കുന്ന ഇയാളാണ് കുത്തിയത്. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അത് അബൂലുലത്തുൽ മജൂസിയാണ് നിങ്ങളെ കുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് കുത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, അതായത് എന്നെ കുത്തിയ ഒരാൾ ഒരു അള്ളാഹുവിന് സുജൂദ് ചെയ്ത ഒരാളല്ലല്ലോ എന്നൊക്കെ അവർ പറയുകയും സന്തോഷിക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. അപ്പോൾ ഈ അബൂലുലത്തുൽ മജൂസി എന്ന് പറയുന്നത് അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ ഉണ്ട്, മദീനയിലുണ്ട് എന്നാണ് നമുക്ക് അതിൽ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 2ാം ഉമർ അല്ലെങ്കിൽ 5ാം ഖലീഫ എന്നൊക്കെ പറയുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹിന്റെ കാലത്ത് മദീനത്തെ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് അന്നാണ് റസൂലുള്ളാഹിന്റെ വീടുകളും മറ്റൊക്കെ പള്ളിയിലേക്ക് ചേർത്താനുള്ള വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ഓർഡർ വരുന്നത്. അന്നാണ് മദീനക്കാരെ മൊത്തം പൊട്ടിക്കരയുകയും മറ്റു റസൂലുള്ളാഹിന്റെ വീടുകൾ നഷ്ടപ്പെടുക എന്നുള്ള സങ്കടത്തിൽ അവരെല്ലാവരും പൊട്ടിക്കരയുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവം. അപ്പോൾ ആ ഒരു സമയത്ത് റോമിൽ നിന്ന് കുറേ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കുറേ എഞ്ചിനീയേഴ്സിനെ മറ്റുമൊക്കെ അവിടുത്തെ രാജാവ് അയച്ചിരുന്നു എന്നാണ് മദീനത്തെ പള്ളിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അവരും മറ്റു മതസ്ഥരായിരുന്നു. അപ്പോൾ അവരും ആ ഒരു പള്ളിയിൽ ജോയിൻ അതായത് മദീനയിൽ പഴയ കാലം മുതലേ ആ ഒരു സ്ട്രിക്റ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയപ്പെടുന്നത്, അതായത് അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലത്താണ് ആ ബോർഡ് വെക്കുകയും മറ്റുമൊക്കെ ചെയ്തത് എന്നാണ്. അപ്പോൾ മദീനക്ക് മക്കയെ പോലെ ആ ഒരു മറ്റു മതസ്ഥരെ കയറ്റരുത് എന്ന് പറയുന്ന ഒരു നിയമം ബാധകമല്ല എന്ന് മാത്രമാണ് ആ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് ദുബായിലേക്ക് ഒരു യാത്രയിലാണുള്ളത്. മക്കയിൽ നിന്ന് ദുബായിലേക്ക് കാർ വഴി ഒരു യാത്രക്ക് പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുബായിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം, ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഫ്രീ ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ദുബായിലുണ്ടാവും ഒരു 2-3 ദിവസം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.